ശ്രീമന്നാരായണീയം ദശകം 15 കപിലോപദേശം. ശ്രീമദ് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിലെ 24 മുതൽ 32 വരെയുള്ള അധ്യായങ്ങളെ അടിസ്ഥാനമാക്കി കപില വാസുദേവൻ തന്റെ അമ്മയായ ദേവഹൂതിക്ക് നൽകിയ ജ്ഞാന ഉപദേശമാണ്. ഇതിൽ സാഖ്യയോഗം, ഭക്തിയോഗം, ആത്മജ്ഞാനം എന്നിവയിലൂടെ ആ മോക്ഷപ്രാപ്തിയെക്കുറിച്ച് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നു. പ്രകൃതി, പുരുഷ വിവേകം, ഭക്തിയോഗത്തിന്റെ പ്രാധാന്യം, ആത്മജ്ഞാനം എന്നിവ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഭക്തിയുടെയും അറിവിന്റെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒരു മികച്ച അധ്യായമാണ് ഈ കപിലോപദേശം. ഭൗതിക ബന്ധത്തിൽ നിന്ന് മോചനം നേടി ഭഗവാനിൽ എങ്ങനെ ഭക്തി ചേർക്കാം, സംസാര ദുഃഖത്തിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവർക്ക് ജ്ഞാനവും ഭക്തിയും പകർന്നു നൽകുന്നു ഇതിലൂടെ. ഈ ബ്രഹ്മാണ്ടം എങ്ങനെയുണ്ടായി, പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യം എന്താണ്, എങ്ങനെ ഈ ജീവിതം ജീവിച്ച് തീർത്ത് ഈ പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന്, അതായത് ഈ ത്രിഗുണങ്ങളിൽ നിന്ന് ജീവൻ മുക്തി നേടാം, ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ ഇവയിൽ നിന്നൊക്കെ എപ്രകാരമാണ് മുക്തി നേടാൻ സാധിക്കുക എന്നിവയെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നു. നമുക്കറിയാം, പുത്രൻ ഭഗവാന്റെ അവതാരമാണെന്ന് അറിയാമായിരുന്ന കർദമമുനി എല്ലാം പുത്രനെ ഏൽപ്പിച്ച് വനത്തിലേക്ക് യാത്രയായി. തന്റെ ഭർത്താവിന്റെ വേർപാട് ദേവഹൂതിയിൽ വളരെ ദുഃഖമുണ്ടാക്കി. ആ മനഃശാന്തിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ സ്വന്തം പുത്രനെ സമീപിച്ച് തന്നെ ആത്മാർത്ഥമായി ജീവിത തത്വങ്ങൾ പഠിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഭഗവാന്റെ ആ ഒരു വിവരണമാണ് സംഖ്യാശാസ്ത്രത്തിന്റെ രൂപത്തിൽ അമ്മയ്ക്ക് ഉപദേശിച്ചു നൽകുന്നത്. ഒന്നാമത്തെ ശ്ലോകം: മതിരിഹ ഗുണസക്ത ബന്ധകൃത്വേഷ്വസക്ത ത്വമൃത് കൃതുപരുദ്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യാ ഭക്തിയേവാത്ര സാധ്യ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ നഗാതി. മതിഹി ഇഹ ഗുണസക്താഃ ബന്ധകൃത്വേഷു അസക്ത ബന്ധകൃത് തേഷു അസക്ത തു അമൃതകൃത് ഉപരുദ്ധേ ഭക്തിയോഗഃ തു സക്തിം മഹദ് അനുഗമലഭ്യ ഭക്തിഃ ഏവ അത്ര സാധ്യ കപിലതനുഃ ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. മതിഹി ഇഹ, മതി ബുദ്ധി, ഇഹ ഇവിടെ, ഈ ലോകത്ത്, ഗുണസക്താഹ ഗുണങ്ങളിൽ ആസക്തമായിരിക്കുന്ന, അതായത് ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് തരുന്നതായിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും ആസക്തമായിരിക്കുന്ന ആ മനസ്സ്, ആ ബുദ്ധി സകല ഗുണങ്ങളിലും ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് തന്നെ അത് ബന്ധത്തെ ചെയ്യുന്നു, അതായത് അടിമത്വത്തിന് കാരണമാകുന്നു. ജീവന് വസിക്കുവാനുള്ള ഒരു ഉപാധി മാത്രമാണ് ശരീരം. ശരീരം എപ്രകാരം ചലിക്കുന്നുവോ, ചിന്തിക്കുന്നുവോ, ദുഃഖിക്കുന്നുവോ, എപ്രകാരം സന്തോഷിക്കുന്നുവോ അപ്രകാരമെല്ലാം ആ മനസ്സിനും ആ ബുദ്ധിക്കും ആ ജീവനും അതിനോടൊത്ത് ചലിക്കേണ്ടതായിട്ട് വരുന്നു. അതുകൊണ്ട് തന്നെയാണ് അടിമത്തത്തിന് കാരണമാകുന്നു എന്ന് പറയുന്നത്. തേഷു അസക്തഃ, വിഷയഗുണങ്ങളെ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതാത് വിഷയങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം അതിനനുസരിച്ച് മാത്രം കൊടുത്തുകൊണ്ട്, അതായത് ഈ വിഷയ ഗുണങ്ങളിലൊന്നും യാതൊരു ആസക്തിയും ഇല്ല എങ്കിൽ അങ്ങനെയുള്ള ആ ബുദ്ധി തു അമൃതകൃത്, അത് ഇങ്ങനെയുള്ള ബന്ധങ്ങളെ ഉണ്ടാക്കുന്നില്ല, മാത്രമല്ല അത് മോക്ഷത്തിന് കാരണമാകുകയും ചെയ്യുന്നു. ആ ഭക്തിയോഗം എപ്രകാരം സാധിച്ചെടുക്കണം എന്നുകൂടി പറയുന്നു. മഹദ് അനുഗമലഭ്യ, പുണ്യപുരുഷന്മാരുടെ ആ പാതകൾ പിന്തുടരുന്നതിലൂടെ നമുക്ക്, അതായത് സത്സംഗത്തിലൂടെയും ഭഗവാന്റെ കഥാകഥനങ്ങൾ ചെയ്തുകൊണ്ടും ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടും ആ കഥകളിലൂടെ നമുക്ക് ഭഗവാൻ എപ്രകാരമാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ള ആ ഒരു വാസ്തവികത നമുക്ക് ബോധ്യമാവുകയും അപ്പോൾ നമ്മൾ അതിലേക്ക് കൂടുതൽ ആകൃഷ്ടരാകുകയും ചെയ്യുന്നു. അപ്രകാരം നമുക്ക് ആ ഭക്തിയെ വർദ്ധിപ്പിച്ചെടുക്കാം എന്ന് പറയുന്നു. ആ ഭക്തിയാണ് ഈ ലോകത്ത് ഉത്കൃഷ്ടമായിട്ടുള്ളത്. അതായിരിക്കണം എല്ലാ ജീവാത്മാവും അനുവർത്തിക്കേണ്ടത് എന്നുകൂടി ദേവഹൂതിക്ക് കപിലദേവൻ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇതി കപിലതനുഃ ത്വം ദേവഹൂത്യൈ ന്യഗാതി. ഇപ്രകാരം കപിലതനുവായ അല്ലയോ ഭഗവാനെ അങ്ങ് അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുകയാണ് ഈ ഒരു ദശകത്തിൽ. ഇപ്പൊ ഇവിടെ ഈ ലോകത്ത് എപ്രകാരമാണ് ബുദ്ധി ഈ 3 ഗുണങ്ങളുടെയും ഫലമായ ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തമായിരിക്കുന്നത്, അപ്പോൾ നമുക്ക് ബന്ധത്തിന് കാരണമാകുന്നു, അല്ല എങ്കിൽ അത് മോചനത്തിനും കാരണമാകുന്നു. അപ്രകാരം ഈ ഗുണദോഷങ്ങളിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കപ്പെടുന്നു. ആ ഒരു മോചനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ആദ്യം വേണ്ടത് ഭക്തിയാണ്. ആ ഭക്തി എപ്രകാരം നേടാം എന്നതിന് ആ ഭക്തിയാണ്, ആ ഭക്തിയുടെ പാത തീർച്ചയായും ഈ ആസക്തിയെ തടയുന്നു. പുണ്യാത്മാക്കളുടെ സംസർഗം കൊണ്ടും അവരുടെ ആ പാത പിന്തുടരുന്നത് കൊണ്ടും ഉണ്ടാകുന്ന ആ ഭക്തിയെ ആയിരിക്കണം മനുഷ്യൻ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് എന്ന് ദേവഹൂതിക്ക് കപിലദേവൻ ഉപദേശിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ദശകത്തിലൂടെ. മതിരിഹ ഗുണസക്ത ബന്ധകൃത്വേഷ്വസക്ത
ത്വാമൃതകൃതുപരുദ്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യാ ഭക്തിയേവാത്ര സാധ്യ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ നിഗാദി. ശ്ലോകം 2. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യപി ഹൃദവിദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ നിഗാദി. പ്രകൃതി മഹദ് അഹങ്കാരഃ ച മാത്രാഃ ച ഭൂതാനി അപി ഹൃദ് അപി ദശാക്ഷി പൂരുഷഃ പഞ്ചവിംശഃ ഇതി വിദിത വിഭാഗഃ മുച്യതേ അസൗ പ്രകൃത്യ കപിലതനുഃ ഇതി ത്വം ദേവഹൂത്യൈ നിഗാദി. ഇവിടെ കപിലദേവൻ മനുഷ്യന്റെ അസ്തിത്വത്തെ നിയന്ത്രിക്കുന്ന 24 അടിസ്ഥാന തത്വങ്ങളുണ്ട്. അതും ജീവനും അതായത് ആ പരമാത്മാവും ചേരുന്നതാണ് 25 തത്വങ്ങൾ. ആ തത്വത്തെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നമുക്ക് ആ ഭക്തി യോഗത്തിലൂടെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് കപിലദേവൻ ഇവിടെ ദേവഹൂതിക്കായി സാഖ്യാശാസ്ത്രം എന്ന പേരിൽ ശാസ്ത്രീയമായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഈ മൂലപ്രകൃതി തത്വങ്ങളെ കുറിച്ച് പറയുകയാണ്. മനുഷ്യന്റെ അസ്തിത്വത്തെ നിയന്ത്രിക്കുന്ന ആ ഘടകങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. പ്രകൃതി മഹദ് അഹങ്കാരഃ ച മാത്രാഃ ച ഭൂതാനി അപി. പ്രകൃതി, ആ മൂലപ്രകൃതി, മഹദ് മഹത് തത്വം, ആ മഹത് തത്വം എന്ന് പറയുന്നത് ആ പരമാത്മാവിനെയാണ്. അതുപോലെ തന്നെ അഹങ്കാരം, ഞാൻ, എന്റേത് എന്നുള്ള ആ ഒരു അഹംഭാവം, അഹങ്കാരം. മാത്രാഃ ച, മാത്രാഃ പഞ്ചതന്മാത്രകൾ, ശബ്ദം, ഗന്ധം, സ്പർശം, രൂപം, രുചി തുടങ്ങിയ 5 തന്മാത്രകൾ. ഭൂതാനി അപി, 5 ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി തുടങ്ങിയ ആ 5 മഹാഭൂതങ്ങൾ. ഹൃദ അപി, അതായത് അന്ധകരണം, ആ മനസ്സ്, ബുദ്ധി. അതുപോലെ തന്നെ പിന്നെ പറയുന്നു ദശാക്ഷി, 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും. അടുത്തതായിട്ട് പുരുഷഃ, പുരുഷൻ, ആത്മാവ്, ആ ജീവൻ. വിവിധ വിഭാഗക, ഇങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ടുള്ള 25 തത്വങ്ങളെ കുറിച്ച് ഏറെ അറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ മൂലപ്രകൃതിയുടെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ആ മായാവലയത്തിൽ നിന്ന് മോചനം നേടുവാൻ സാധ്യമാവൂ എന്ന് ഇതി കപിലതനുഹു ത്വം ദേവഹൂത്യൈ ന്യഗാദി. ഇപ്രകാരം കപിലതനുവായിട്ടുള്ള അല്ലയോ ഭഗവാനെ അങ്ങ് അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു. പ്രകൃതി മഹദഹങ്കാരാശ്ച മാത്രാശ്ച ഭൂതാന്യപി ഹൃദവിദശാക്ഷി പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യതേ സൗ പ്രകൃത്യ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാദി. ശ്ലോകം 3. പ്രകൃതിഗത ഗുണൗഖൈനാജ്യതേ പൂരുഷോയം യദിതു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരിതി ത്വം ദേവഹൂത്യൈ നിഗാദി. പ്രകൃതിഗത ഗുണൗഖൈഃ ന ആജ്യതേ പൂരുഷഃ അയം യദി തു സജതി തസ്യാം തദ്ഗുണാഃ തം ഭജേരൻ മദ അനുഭജന തത്വ ആലോചനൈഃ സ അപി അപേയാത് കപിലതനു ഇതി ത്വം ദേവഹൂത്യൈ നിഗാദി. പ്രകൃതിഗത ഗുണൗഖൈഃ, പ്രകൃതിയിലെ നിരവധിയായിട്ടുള്ള ആ ഗുണങ്ങളാൽ ഒന്നും തന്നെ ആ പുരുഷൻ ന ആജ്യതേ, ബന്ധപ്പെട്ട് നിൽക്കുന്നില്ല. ആത്മാവിന് യാതൊന്നുമായിട്ടും ഒരു ബന്ധവുമില്ല. ആത്മാവിനെ നമ്മൾ ആരും കണ്ടിട്ടില്ല. കാണാൻ കഴിയുന്ന ഒരു വസ്തുവിന് മാത്രമേ എന്തിനെങ്കിലും തൊടുവാനോ അതുമായിട്ട് ആശയവിനിമയം ചെയ്യുവാനോ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തെ സ്ഥാപിക്കുവാനോ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ പുരുഷൻ, അതായത് ആ ആത്മാവിന് ഇതൊന്നുമായിട്ടും യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. യാതൊരു കളങ്കവുമില്ലാത്ത ആ പരിശുദ്ധമായിട്ടുള്ള പരമാത്മാവിന്റെ അംശമാണ് നമ്മളുടെ ഓരോ ജീവനിലും തുടിക്കുന്ന ആ ജീവൻ. അതാണ് പുരുഷൻ എന്ന് പറയുന്നത്. യദിതു സജതി തസ്യാം, പക്ഷേ ആ ആത്മാവ് ഈ പ്രകൃതിയോട് കൂടുതൽ അടുപ്പത്തിലായാൽ, അതായത് ഈ ജീവന് വസിക്കുവാനുള്ള ഒരു ഇടം മാത്രമാണ് നമ്മുടെ ശരീരം. അതൊരു ഉപാധി മാത്രമാണ്. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതുമായിട്ടുള്ള ആ കാര്യങ്ങളെ എപ്രകാരം നമ്മളിലേക്ക് വലിച്ചടുപ്പിക്കുന്നു അപ്രകാരം തന്നെ ആ ആത്മാവും അതിൽ ബന്ധിക്കപ്പെടുന്നു എന്ന് പറയുകയാണ്. ന ആജ്യതേ പുരുഷഃ അയം, എന്നാൽ യദിതു സജതി തസ്യാം, പ്രകൃതിയോട് അടുപ്പത്തിലായാൽ
തദ്ഗുണാസ്തം ഭജേരൻ. ആ പ്രകൃതിയുടെ ഗുണങ്ങളെല്ലാം ആ ജീവനോട് ചേർന്ന് നിൽക്കുന്നു. മതനുഭജന തത്വാലോചനൈഹി. എപ്രകാരമാണോ ഇതിൽ നിന്ന് നമുക്ക് മോചനം നേടേണ്ടത്, അതിന് ഭഗവാനെ കുറിച്ചുള്ള ചിന്തയും, ഇത് എപ്രകാരമാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ ആരാണ്, ഈ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഈ മായാപ്രപഞ്ചത്തിന്റെ ഈ ത്രിഗുണങ്ങളെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അതിന്റെ യഥാർത്ഥ സ്വഭാവത്തെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് ഭഗവാനെ നിരന്തരം ആരാധിച്ചുകൊണ്ട് സ അപേയാത്, ആ പ്രകൃതിയും അവളുടെ ആ പിടിയും വിട്ടുപോകുന്നതാണ്. അതായത് ആ പ്രകൃതിയോട് ചേർന്ന് നിന്ന് ശരീരം കൊണ്ടുതരുന്നതായിട്ടുള്ള ബന്ധനത്തിൽ നിന്ന് ആത്മാവിന് മോചനം നേടുന്നതാണ്. അതുവഴി ആ ശരീരവും ആ മോചനം നേടുന്നു. ഇതി കപിലതനൂഹു ത്വം ദേവഹൂത്യൈ ന്യഗാതി. ഇപ്രകാരം കപിലതനുവായിട്ടുള്ള ഭഗവാൻ ദേവഹൂതിയോട് ഉപദേശിച്ചു. അപ്പൊ പുരുഷൻ പ്രകൃതിയുടെ ഗുണങ്ങളിൽ നിന്ന് എപ്പോഴും സ്വതന്ത്രനാണ്. ആ ജീവൻ ഈ പ്രകൃതിയുടെ എല്ലാ ഗുണങ്ങളിൽ നിന്നും സ്വതന്ത്രനാണ്. എന്നാൽ ആ പ്രകൃതിയുടെ ആ ഗുണങ്ങളിൽ ആകൃഷ്ടനാകുമ്പോൾ ആ ജീവനും അതിന്റെ ആ ഗുണങ്ങളിൽ അവനോട് തന്നെ പറ്റിച്ചേർന്ന് നിൽക്കുന്നു. ആ ആത്മാവ് നിരന്തരം ഇതിൽ ഒന്നും ശ്രദ്ധിക്കാതെ ആവശ്യത്തിനനുസരിച്ച് മാത്രം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട്, ഇതെല്ലാം നമുക്ക് കൂടിയേ കഴിയുകയുള്ളൂ, എന്നാൽ തന്നെ അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ നമുക്ക് ആവശ്യമുള്ളത് എടുത്തുകൊണ്ട് അനാവശ്യ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇഴുകിച്ചേരാതെ, അതിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാതെ ഭഗവാനെ കുറിച്ച് നിരന്തരം ചിന്തിക്കുക, ഭഗവാന്റെ യഥാർത്ഥ സ്വഭാവം അന്വേഷിച്ചറിയുക. അങ്ങനെ ചെയ്താൽ ആ പ്രകൃതി പുരുഷനിൽ നിന്ന് അതിന്റെ പിടിവിടും എന്ന് ദേവഹൂതിയോട് കപിലദേവൻ ഉപദേശിച്ചു. പ്രകൃതിഗത ഗുണൗഖൈനാജ്യതേ പുരുഷോയം യദിതു സജതി തസ്യാം തദ്ഗുണാസ്തം ഭജേരൻ മദനുഭജന തത്വാലോചനൈ സാപ്യപേയാത് കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. ശ്ലോകം 4. വിമലമതിരുപാദ്യൈരാസനാദ്യൈർമദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമാലം ശീലയേതാനുവേലം കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. വിമലമതിഃ ഉപാത്തൈഃ ആസനാദ്യൈഃ മദ അംഗം ഗരുഡ സം അധിരൂഢം ദിവ്യപൂഷായുധാംഗം രുചിതുലിതമാലം ശീലയേത് അനുവേലം കപിലതനുഃ ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. വിമലമതിഹി, മതി മനസ്സ്, അങ്ങനെ മനസ്സിനെ വിമലമാക്കിയവൻ, ശുദ്ധീകരിച്ചവൻ. ഉപാത്യേഹി ആസനാദ്യേഹി, ഉപാസനയിലൂടെ ആ ധ്യാന ആസനങ്ങളിലൂടെ ഇന്ദ്രിയങ്ങളെ സ്വന്തം നിയന്ത്രണത്തിലാക്കുക. അങ്ങനെ നിയന്ത്രണത്തിലാക്കിയ ജീവാത്മാവ് മത അംഗം ഗരുഡ സമധിരൂഢം, ഭഗവാന്റെ ആ രൂപത്തെ, അതായത് ഗരുഡന്റെ പുറത്തിരിക്കുന്നതായിട്ടുള്ള ദിവ്യഭൂഷായുധാംഗം, ദിവ്യമായിട്ടുള്ള ആഭരണങ്ങളും ദിവ്യ ആയുധങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നതായിട്ടുള്ളതും രുചി തുലിത ദമാലം, ദമാലവൃക്ഷത്തിന് തുല്യമായിട്ടുള്ള രൂപത്തെ ധ്യാനിക്കണം. ശീലയേത് അനുവേലം, നിരന്തരം അങ്ങനെ ശീലിക്കണം, ധ്യാനിക്കണം. കപിലതനുഹു ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. ഇപ്രകാരം കപിലതനുവായിട്ടുള്ള ഭഗവാൻ അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു, ദേവഹൂതിക്ക് ഉപദേശിച്ചു കൊടുത്തു. ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെയും ആ ധ്യാനാസനത്തിലൂടെയും മനസ്സിനെ ശുദ്ധീകരിച്ച ശേഷം ദിവ്യമായിട്ടുള്ള അലങ്കാരങ്ങളും ആ ആയുധങ്ങളും കൊണ്ട് അലങ്കരിച്ച ആ ഗരുഡനിൽ ഇരിക്കുന്നതായിട്ടുള്ള നീലയും തമാല വൃക്ഷം പോലെ തിളങ്ങുന്നതുമായിട്ടുള്ള ഭഗവാന്റെ ആ രൂപത്തിനെ നിരന്തരം ധ്യാനിച്ച് മനസ്സിൽ ഉറപ്പിക്കണം എന്ന് കപിലതനു അമ്മയോട് ഉപദേശിച്ചു. ഭക്തി ഉണ്ടാകുവാനുള്ള ആദ്യത്തെ പടിയാണ് ആദ്യമേ പറഞ്ഞത്. മഹത് വ്യക്തികളുമായിട്ടുള്ള സംസർഗം കൊണ്ടും അവരിലൂടെ ഭഗവാന്റെ കഥകളും കീർത്തനങ്ങളും ഒക്കെ അറിഞ്ഞ് അതിൽ ലയിച്ച് ആ ഭക്തിയുടെ ആദ്യ പടിയിലേക്ക് കടക്കുക. പിന്നീട് ധ്യാന മാർഗങ്ങൾ അനുസരിച്ചുകൊണ്ട് മനസ്സിനെ ഏകാഗ്രമാക്കി ഭഗവാന്റെ ഈ ഒരു രൂപത്തെ മനസ്സിൽ ഉറപ്പിക്കണം. അങ്ങനെ നിരന്തരം ഭഗവാന്റെ ആ രൂപം മനസ്സിൽ ഉറപ്പിക്കണം എന്ന് ദേവഹൂതിയോട് കപിലദേവൻ ഉപദേശിച്ചു. വിമലമതിരുപാദ്യൈരാസനാദ്യൈർമദംഗം ഗരുഡസമധിരൂഢം ദിവ്യഭൂഷായുധാംഗം രുചിതുലിതമാലം ശീലയേതാനുവേലം കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. ശ്ലോകം 5. മമ ഗുണഗണലീലാ കർണനൈ കീർത്തനാദ്യൈർ മയി സുരസരിതോഘ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. മമ ഗുണഗണലീലാ കർണനൈഃ
കീർത്തനാദ്യൈഃ മയി സുരസരിതോഘ പ്രഖ്യ ചിത്ത അനുവൃത്തിഃ ഭവതി പരമഭക്തിഃ സാ ഹി മൃത്യോഃ വിജേത്രി കപിലതനുഃ ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. മമ ഗുണഗണലീലാ കർണനൈഃ. ഭഗവാന്റെ ആ ഗുണഗണങ്ങളെ കുറിച്ചും ഭഗവാൻ ഭക്തന്മാരോടുള്ള ആ വാത്സല്യത്തെ കുറിച്ചും അസുരന്മാരെ നിഗ്രഹിക്കുന്നതിനെ കുറിച്ചും മറ്റുമുള്ള ആ കഥകൾ, അങ്ങനെ ആ ഗുണഗണങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് കീർത്തനാദ്യൈഃ ഭഗവാന്റെ ആ നാമങ്ങളെ കീർത്തിച്ചുകൊണ്ട് മയി എന്നിൽ സുരസരിതോഹ പ്രഖ്യ ചിത്താനുവൃത്തി, സുരലോകത്തെ നദിയായ ഗംഗയുടെ പ്രവാഹം പോലെ ഇടതിടവില്ലാതെ അങ്ങനെ ഒഴുകി നടക്കുന്ന ആ ഭക്തന്മാരിൽ ഭവതി പരമഭക്തി, അപ്രകാരം അവരിൽ പരമമായിട്ടുള്ള ആ ഭക്തി ജനിക്കുന്നു. മാത്രമല്ല ആ ഭക്തി മൃത്യോഹോ വിജേത്രി, പ്രകാരം അങ്ങനെ ഭഗവാനിൽ ലയിച്ചു നടക്കുന്ന ഭക്തർ മൃത്യുവിനെ കുറിച്ച് ഭയപ്പെടുന്നതേയില്ല. കപിലതനുഹു ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. ഇപ്രകാരം കപിലതനുവായല്ലയോ ഭഗവാനെ അങ്ങ് അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഭഗവാന്റെ ശ്രേഷ്ഠതയും ആ കായികാധ്വാനവും പതിവായി കേൾക്കുന്നതിലൂടെ ഭഗവാന്റെ ആ നാമം ജപിക്കുന്നതിലൂടെയും പരമമായിട്ടുള്ള ആ ഭക്തി ജനിക്കുന്നു. ഗംഗയുടെ പ്രവാഹം എപ്രകാരമാണോ കടലിലേക്ക് ഒഴുകുന്നത് അപ്രകാരം മനസ്സ് ഇടതടവില്ലാതെ ഭഗവാനിലേക്ക് ഒഴുകി ചേരുന്നു. ഈ ഭക്തിക്ക് മാത്രമേ ജനന മരണമാകുന്ന ചക്രത്തെ ജയിക്കുവാൻ കഴിയൂ എന്ന് കപിലദേവൻ അമ്മയോട് ഉപദേശിച്ചു കൊടുത്തു. ഭഗവാന്റെ ഭക്തവാത്സല്യാദികളാകുന്ന ഗുണഗണങ്ങളെ കുറിച്ചും ലീലാവൃത്തികളെ കുറിച്ചും ശ്രവിക്കുകയും ആ ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളെ കൊണ്ടും ഭഗവാന്റെ ഭക്തന്മാർ എപ്രകാരമാണോ പരമഭക്തി നേടുന്നത് അപ്രകാരം ആ ഗംഗയുടെ പ്രവാഹം സമുദ്രത്തിലേക്ക് തന്നെ അനവരതം ഒഴുകുന്നത് പോലെ പരമഭക്തി നേടിക്കഴിഞ്ഞവരുടെ ആ മനസ്സ് യാതൊരു കാരണവശാലും ഒരു പ്രതിബന്ധത്തെയും ഭയക്കുന്നില്ല. മാത്രമല്ല ജനന മരണ പ്രവാഹമായിരിക്കുന്ന ആ കാലചക്രത്തിന്റെ നിന്ന് ആ സംസാര ചക്രത്തെ അതിജീവിക്കുന്നു എന്നും കപിലതനുവായിട്ടുള്ള ഭഗവാൻ ദേവഹൂതിയോട് ഉപദേശിച്ചു ഈ ഒരു ശ്ലോകത്തിലൂടെ. മമ ഗുണഗണലീലാ കർണനേ കീർത്തനാദ്യൈ മയി സുരസരിതോഘ പ്രഖ്യ ചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. ശ്ലോകം 6. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ ശ്രീജിതോ ബാലലാളി വിശതി ഹി ഗൃഹസക്തോ യാതനാം മയ്യഭക്ത കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈഃ കുടുംബം പ്രതിദിനം അനുപുഷ്ണൻ ശ്രീജിതഃ ബാലലാളി വിശതി ഹി ഗൃഹസക്തഃ യാതനാം മയി അഭക്തഃ കപിലതനുഃ ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം. അയ്യയോ, എന്തെല്ലാം ദുഷ്ടപ്രവൃത്തികളാണ് ഈ മനുഷ്യൻ സ്വന്തം കുടുംബം പുലർത്തുവാൻ വേണ്ടി ചെയ്തു കൂട്ടുന്നത്. പലതരത്തിലുള്ള ഹിംസകൾ ചെയ്തിട്ട് പലരെയും ദ്രോഹിച്ച് പലരെയും വേദനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അർത്ഥത്തെ സമ്പാദിച്ചിട്ട് എന്ത് കാര്യം? ഒരു ജീവാത്മാവ് തീർച്ചയായിട്ടും ആ പുരുഷാർത്ഥമായിരിക്കണം ആഗ്രഹിക്കേണ്ടത്. പുരുഷാർത്ഥം എന്ന് പറയുമ്പോൾ 4 ഘട്ടത്തിലൂടെയാണ് അത് കടന്നു പോകുന്നത്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ആ ധർമ്മ മാർഗത്തിലൂടെ അർത്ഥത്തെ സമ്പാദിച്ച് ആ അർത്ഥം കൊണ്ട് കാമനകളെ പൂർത്തീകരിച്ച് പിന്നെ മോക്ഷപദത്തിലേക്ക് എത്തിച്ചേരുക. അതിനു പകരം എന്തെല്ലാം ദ്രോഹപ്രവർത്തികൾ ചെയ്ത്, എന്തെല്ലാം ഹിംസകൾ ചെയ്ത്, എന്തെല്ലാം അന്യായ പ്രവർത്തികൾ ചെയ്തിട്ടാണ് അവൻ സമ്പത്ത് നേടുന്നത്. എന്നിട്ടോ ശ്രീജിതഃ ബാലലാളി, ശ്രീജിതനായിട്ട് സ്വന്തം പുത്രന്മാരിൽ അത്യാസക്തി കൊണ്ട് മാത്രം ഗൃഹസക്ത, ഗൃഹത്തിൽ ആസക്തനായിക്കൊണ്ട് സ്വന്തം ഗൃഹം, സ്വന്തം പുത്രൻ, സ്വന്തം ഭാര്യ, സ്വന്തം കുടുംബം എന്നുള്ള ആ ഒരു നിലയിലേക്ക് അവൻ താണുപോകുന്നത് കണ്ടില്ലേ? കഷ്ടം കഷ്ടം. അതിന്റെ ഫലമോ അവൻ അനുഭവിക്കേണ്ടി വരുന്നത് യാതനാം മയ്യഭക്ത, എന്നിൽ യാതൊരു ഭക്തിയുമില്ലാത്ത അങ്ങനെയുള്ള ആ ഗൃഹസ്ഥൻ അനുഭവിക്കുന്നത് നരകയാതനയാണ്. ഓരോരോ പ്രശ്നങ്ങൾ വരുന്നു. കുടുംബം പുലർത്തുവാൻ വേണ്ടി സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അധികം നരകയാതനയാണ് അനുഭവിക്കുന്നത്. ഒന്നു മാറി വരുന്ന പ്രശ്നങ്ങളെ നേരിട്ട് അവൻ അനുഭവിക്കുന്ന ആ ദുരിതങ്ങൾ നരകയാതനയ്ക്ക് തുല്യമാണ്. ഇതി കപിലതനുഃ ത്വം ദേവഹൂത്യൈ ന്യഗാതി. ഇപ്രകാരം കപിലതനുവായിട്ടുള്ള അല്ലയോ ഭഗവാനെ അങ്ങ് ദേവഹൂതിയായ അമ്മയോട് ഉപദേശിച്ചു കൊടുത്തു. അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥൈ കുടുംബം പ്രതിദിനമനുപുഷ്ണൻ ശ്രീജിതോ ബാലലാളി വിശതി ഹി ഗൃഹസക്താ യാതനാം മയ്യഭക്ത കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാതി.
ശ്ലോകം 7. യുവതി ജഡരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിതബോധപീഡയോല്ലംഘ്യ ബാല്യം പുനരഭിപദമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. യുവതി ജഡരഖിന്നഃ ജാതഃ ബോധഃ അപി അകാണ്ഡേ പ്രസവഗളിതബോധഃ പീഡയാ ഉല്ലംഘ്യ ബാല്യം പുനഃ അപി ബദ മുഹ്യതി ഏവ താരുണ്യകാലേ കപിലതനുഃ ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. ഇവിടെ ഗർഭസ്ഥനായിരിക്കുന്ന ഒരു ശിശു അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് അനുഭവിക്കുന്ന ആ പീഡയെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. പുണ്യപാപ മിശ്ര കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചും ജീവിതം തുടരുന്നു എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് അർത്ഥമാക്കുന്നത്. യുവതി ജഡരഖിന്നഃ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുഞ്ഞ് ദുഃഖത്തോടെ അകാണ്ഡേ ജാതബോധഃ തന്റെ ആ ജന്മാന്തരങ്ങളിൽ ചെയ്ത പുണ്യങ്ങളുടെയും പാപങ്ങളുടെയും സ്മരണ ഉണ്ടാകുന്നു എങ്കിലും അപി പ്രസവഗളിത ബോധഃ പിന്നീട് ആ പ്രസവത്തോടെ, അതായത് പ്രസവിച്ചു വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ സംഘർഷത്താൽ ബോധഗളിതഃ ആ ബോധം നഷ്ടപ്പെടുന്നു. പീഡയാ ഉല്ലംഘ്യ ബാല്യം പലതരത്തിലുള്ള കഷ്ടപ്പാടുകളോടുകൂടി ആ ബാല്യം കഴിച്ചുകൂട്ടുന്നു. ഇതി താരുണ്യകാലേ പുനഃ അപി മുഹ്യതി പിന്നീട് ആ യൗവനമാകുമ്പോൾ ഈ ലോകത്തിലെ സകലമാന സൗഭാഗ്യങ്ങളും നമ്മെ മോഹിപ്പിക്കുന്നു. അങ്ങനെ കാലം കഴിക്കുന്നു. എന്തൊരു കഷ്ടം! ഇപ്രകാരം കപിലധനുവായിട്ടുള്ള അല്ലയോ ഭഗവാനെ അങ്ങ് അമ്മയ്ക്ക് ഉപദേശിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. രാമായണത്തിൽ സമ്പാദി ചരിത്രത്തിൽ വളരെ വിശദമായിട്ട് ഈ ഒരു ശ്ലോകത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് എപ്രകാരമാണ് അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതെന്നും അതിന് ഏതെല്ലാം അവസ്ഥാന്തരങ്ങളിലൂടെ അത് കടന്നു പോകുന്നു, അവയവങ്ങൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ അതിന് ബോധം വരുന്നതും ആ ബോധം ഉണ്ടാകുന്ന സമയത്ത് തന്റെ ജന്മാന്തരങ്ങളിലൂടെ ഉണ്ടായിട്ടുള്ള ആ പുണ്യപാപങ്ങളുടെ സ്മരണയുണ്ടാവുകയും എന്തുകൊണ്ടാണ് താൻ ഈ ഉദരത്തിൽ വന്നിങ്ങനെ ഇപ്രകാരം വീഴുവാനുള്ള അവസ്ഥ എന്ന് അത് മനസ്സിലാക്കുകയും അപ്രകാരം ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ആ ഒരു ഭാഗം സമ്പാദി ചരിത്രത്തിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. തന്റെ ദുഃഖങ്ങളെ നിവൃത്തി വരുത്തുവാൻ അശക്തനായിരിക്കുമ്പോൾ താൻ ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങളുടെ പൂർവ്വ സ്മരണയുണ്ടാകുന്നു. അതിന്റെ ഫലമാണ് താൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ അനുഭവിക്കുന്നത് എന്നും മേലിൽ ഈ ജന്മം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സുഹൃതങ്ങൾ മാത്രമേ ചെയ്യൂ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ആ സൂതിവാദത്തിന്റെ തള്ളലാൽ പുറത്തേക്ക് വരുന്ന ആ കുഞ്ഞ് മായാപ്രപഞ്ചത്തിന്റെ മായിക വലയത്തിൽപ്പെട്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചുണ്ടായ ആ സ്മരണകളെല്ലാം അപ്പാടെ മറന്നുപോകുന്നു. പിന്നീട് ബാല്യകാലം വളരെ ദുഃഖത്തോടെ കഴിച്ചുകൂട്ടുന്നു. എങ്കിലും വീണ്ടും അവൻ യൗവനം പ്രാപിക്കുന്നു. നിർഭാഗ്യവശാൽ അവൻ ആ ജഡികമായിട്ടുള്ള അഭിനിവേശത്തിന് അടിമയായി തീരുന്നു. ഇപ്രകാരം കപിലധനുവായിട്ടുള്ള അല്ലയോ ഭഗവാനെ അങ്ങ് അമ്മയോട് ഉപദേശിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. യുവതി ജഡരഖിന്നോ ജാതബോധോപ്യകാണ്ഡേ പ്രസവഗളിത ബോധപീഡയോല്ലംഘ്യ ബാല്യം പുനരഭിപദമുഹ്യത്യേവ താരുണ്യകാലേ കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. ശ്ലോകം 8. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥ സച നിപതതി കാലേ ദക്ഷിണാദ്വോപഗാമി മയി നിഹിതമകാമം കർമ്മതൂദക്പദാർത്ഥം കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. പിതൃസുരഗണയാജി ധാർമ്മികഃ യോ ഗൃഹസ്ഥഃ സച നിപതതി കാലേ ദക്ഷിണ അദ്വോപഗാമി മയി നിഹിതമകാമം കർമ്മ തു ഉദക്പദാർത്ഥം കപിലതനുഹു ഇതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. ഇവിടെ എപ്രകാരമാണ് ഫലേച്ഛയോടുകൂടി കർമ്മം അനുഷ്ഠിച്ച് അവ മൃതിയടയുമ്പോൾ ചെന്ന് ചേരുന്നത് എവിടേക്കാണ്, അങ്ങനെ അല്ലാത്ത ഒരു ഗൃഹസ്ഥൻ എപ്രകാരമാണ് ഭഗവാനിലേക്ക് എത്തപ്പെടുന്നത് എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. പിതൃസുരഗണയാജി പിതൃക്കൾക്കും സുരഗണങ്ങൾക്കും അതായത് ദേവകൾക്കും ആയിട്ട് യജ്ഞങ്ങളും പിതൃപൂജയും ഒക്കെ ചെയ്യുന്ന ആ ഒരു ഗൃഹസ്ഥൻ, ധാർമ്മികോ യോ ഗൃഹസ്ഥ ധാർമ്മികനായിട്ടുള്ള ആ ഒരു ഗൃഹസ്ഥൻ. കാരണം ഞാൻ ധർമ്മമാർഗത്തിലൂടെയാണ് പോകുന്നത്, ഞാൻ ധർമ്മത്തെയാണ് അനുഷ്ഠിക്കുന്നത്. കാരണം ഈ പൂജാ കാര്യങ്ങളൊക്കെ ധർമ്മമായിട്ടുള്ള പ്രവൃത്തികളാണ്, അതുകൊണ്ട് ഞാൻ അതാണ് അനുഷ്ഠിക്കുന്നത്. അങ്ങനെ പോകുന്ന ആ ധാർമ്മികനായിട്ടുള്ള മനുഷ്യൻ ഫലം ഇച്ഛിച്ചുകൊണ്ടാണ് ഈ ധർമ്മങ്ങളെയെല്ലാം ചെയ്യുന്നത് എങ്കിൽ അങ്ങനെ ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു ഗൃഹസ്ഥൻ സച നിപതതി കാലേ അവൻ പുണ്യം ഒടുങ്ങിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും തിരിഞ്ഞ് വീണ്ടും ഭൂമിയിലേക്ക് യഥാസമയം പുനർജനിക്കുന്നു എന്ന് പറയുകയാണ്. അതായത് ഫലേച്ഛയോടുകൂടി പിതൃഗണങ്ങളും ദേവഗണങ്ങളെയും ഒക്കെ
ഒക്കെ പൂജിക്കുന്ന ആ ധാർമ്മികനായിട്ടുള്ള ഗൃഹസ്ഥൻ ആ അനുഷ്ഠാനത്തിന്റെ ഫലമാകുന്ന പുണ്യങ്ങൾ അനുഭവിക്കുന്നതിനായിട്ട് ധൂമാതി മാർഗത്തിലൂടെ ദക്ഷിണായന മാർഗം വഴി ആ സ്വർഗത്തെ പ്രാപിക്കുന്നു. എന്നാൽ തന്റെ പുണ്യപാപങ്ങളുടെ ആ ഏറ്റക്കുറച്ചിൽ അനുസരിച്ചിട്ട് അതാത് ജന്മം കൈക്കൊള്ളുന്നു. എന്നാൽ മയി നിഹിതമകാമം, എന്നിൽ നിയോഗിക്കപ്പെട്ട ആ കർമ്മങ്ങൾ എന്റെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യേണ്ടത്. അതിനെനിക്ക് പ്രതിഫലം കിട്ടിയാലും ഇല്ലെങ്കിലും അത് എന്നിൽ നിയോഗിക്കപ്പെട്ടതാണ്, അത് ഞാൻ എന്റെ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ബോധത്തോടെ അങ്ങനെ ആ പ്രവൃത്തിയെ അനുഷ്ഠിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആ ഗൃഹസ്ഥൻ മയി നിഹിതം അകാമം കർമ്മം തു ഉദക്പദാർത്ഥം, അങ്ങനെ യാതൊരു ആഗ്രഹവും ഇല്ലാത്ത ആ ഒരു ഗൃഹസ്ഥൻ കർമ്മ തു ഉദക്പദാർത്ഥം, അവന്റെ ആ മരണശേഷം വടക്കോട്ട് സഞ്ചരിക്കുന്നു. അതായത് അർച്ചിരാദി മാർഗം വഴി ഉത്തരായണ മാർഗത്തിലൂടെ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ നിത്യമുക്തി അടയുന്നു. എന്നിപ്രകാരം കപിലധനുഹു ഇതിത്വം ദേവഹൂത്യൈ ന്യഗാതി, ഇപ്രകാരം കപിലധനുവായിട്ടുള്ള അല്ലയോ ഭഗവാനെ അങ്ങ് അമ്മയ്ക്ക് ഉപദേശിച്ചു കൊടുത്തു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. പിതൃസുരഗണയാജീ ധാർമ്മികോ യോ ഗൃഹസ്ഥ സജ നിപതതി കാലേ ദക്ഷിണാദ്വോപഗാമി മയി നിഹിതമകാമം കർമ്മ തൂദക്പദാർത്ഥം കപിലതനുരിതി ത്വം ദേവഹൂത്യൈ ന്യഗാതി. ശ്ലോകം 9. ഇതി സുവിദിത വേദ്യാം ദേവാ ഹേ ദേവഹൂതിം കൃതനുതിം അനുഗ്രഹ്യ ത്വം ഗതോ യോഗി സംഘൈ വിമലമതിരഥാസൗ ഭക്തിയോഗേന മുക്ത ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. ഇതി സുവിദിത വേദ്യാം ദേവാ ഹേ ദേവഹൂതിം കൃതനുതിം അനുഗ്രഹ്യ ത്വം ഗതഃ യോഗിസംഘൈഃ വിമലമതിഃ അഥ അസൗ ഭക്തിയോഗേന മുക്ത ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗ് ഉദീച്യാം. ഇതി സുവിദിത വേദ്യാം ദേവ, ഹേ ദേവ അല്ലയോ ഭഗവാനെ, അങ്ങയാൽ ഇപ്രകാരം ഉപദേശിക്കപ്പെട്ട ആ ആത്മതത്വങ്ങൾ ഗ്രഹിച്ചിട്ട് ആ ദേവഹൂതിം കൃതനുതിം, ആ ദേവഹൂതി ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അപ്രകാരം സ്തുതിച്ചുകൊണ്ടിരുന്ന ആ ദേവഹൂതിയെ അനുഗ്രഹിച്ചിട്ട് ത്വം ഗതഃ അല്ലയോ ഭഗവാനെ അങ്ങ് അവിടെ നിന്നും പോയി. വിമലമതി അഥാസൗ ഭക്തിയോഗേന മുക്ത, അപ്രകാരം വിമല ഹൃദയത്തിനുടമയായി തീർന്ന ആ ദേവഹൂതി ഭഗവാനെ ഭജിച്ചുകൊണ്ട് ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിച്ച് മുക്തി നേടുകയും ചെയ്തു. ത്വം അപി ജനഹിതാർത്ഥം അല്ലയോ ഭഗവാനെ അങ്ങ് പിന്നീട് ജന നന്മയ്ക്കായിട്ട് വർത്തസേ പ്രാഗ് ഉദീച്യാം, അങ്ങനെ വടക്ക് കിഴക്കേ ദിക്കിലേക്ക് പോയി അവിടെ പ്രവർത്തിച്ചു പോന്നു. ആ തത്വജ്ഞാന ഉപദേശം, ആ സാഖ്യാശാസ്ത്രത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ആ ഉദ്ദേശത്തോടുകൂടി അങ്ങ് വടക്ക് കിഴക്കേ ദിക്കിൽ പോയി വസിച്ചു എന്ന് പറയുകയാണ് ഈ ഒരു ശ്ലോകത്തിൽ. ഇതി സുവിദിത വേദ്യാം ദേവാ ഹേ ദേവഹൂതിം കൃതനുതിം അനുഗ്രഹ്യ ത്വം ഗതോ യോഗി സംഘൈ വിമലമതിരഥാസൗ ഭക്തിയോഗേന മുക്ത ത്വമപി ജനഹിതാർത്ഥം വർത്തസേ പ്രാഗുദീച്യാം. ശ്ലോകം 10. പരമകിമു ബഹുക്ത്യാ ത്വത്പദാംഭോജഭക്തിം സകലഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മി ഗുരുഭവനപുരേശ ത്വയ്യുപാദത്സ്വഭക്തിം. പരമ കിമു ബഹു ഉക്ത്യാ ത്വത്പദാംഭോജഭക്തിം സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയ ആമയാന്മേ ഗുരുഭവനപുരേശ ത്വയ് ഉപാദത്സ്വഭക്തിം. പരമ, ഏ പരംപുരുഷ ഭഗവാനെ, കിം ബഹു ഉക്ത്യാ കൂടുതലായി എന്തു പറയുവാനാണ്, ത്വത്പദാംഭോജഭക്തിം അങ്ങയിലുള്ള നിർവ്യാജമായിട്ടുള്ള ആ ഭക്തി കൊണ്ട്, അങ്ങയുടെ പാദാംഭോജ ഭക്തിയാൽ സകല ഭയവിനേത്രീം എല്ലാ ഭയങ്ങളെയും അകറ്റുന്നതും സർവകാമോപനേത്രീം സകല അഭിഷ്ടങ്ങളെയും സാധിപ്പിക്കുന്നതും എന്ന് ത്വം ദൃഢം ഖലു വദസി അങ്ങ് തന്നെ ഉറപ്പിച്ചു വ്യക്തമാക്കിയിരിക്കുന്നു. അമ്മയായ ദേവഹൂതിക്ക് പറഞ്ഞുകൊടുത്ത ആ തത്വോപദേശത്തിൽ നിന്ന് അതെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ കൂടുതൽ എന്താണ് ഇനി പറയുവാനുള്ളത്? അതുകൊണ്ട് തന്നെ അല്ലയോ ഭഗവാനെ, അവിടുന്ന് തദ്വിധൂയ ആമയ
ശാമയാൻമേ, എന്റെ സകല രോഗങ്ങളെയും ദുരിതങ്ങളെയും അകറ്റി തൊയ് ഉപാദത് സ്വഭക്തിം, യാതൊരു ഉപാധികളുമില്ലാത്ത അങ്ങയിലുള്ള ആ ഒരു ഉത്തമ ഭക്തി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിലും കൂടുതലായി എനിക്കൊന്നും പറയുവാനില്ല. ഭഗവാൻ തന്നെ കപിലനായി വന്ന് സർവ്വതും വ്യക്തമായി പറഞ്ഞു തന്നുവല്ലോ. അതുകൊണ്ട് അങ്ങയിലുള്ള ആ ഉറച്ച നിഷ്കാമമായിട്ടുള്ള ആ ഒരു ഉത്തമ ഭക്തി എനിക്ക് ഉണ്ടാക്കി തന്നാലും ഭഗവാനെ ഗുരുപവനപുരേശ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദശകം മേൽപ്പത്തൂർ ഇവിടെ അവസാനിപ്പിക്കുന്നു. പരമകിമു ബഹുക്ത്യാ ത്വത്പദാംഭോജഭക്തിം സകല ഭയവിനേത്രീം സർവകാമോപനേത്രീം വദസി ഖലു ദൃഢം ത്വം തദ്വിധൂയാമയാന്മേ ഗുരുപവനപുരേശ ത്വയ്യുപാദത് സ്വഭക്തിം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.